ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് സൈനസൈറ്റിസിനെ കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് സൈനസൈറ്റിസ് വരുന്നത്? സൈനസൈറ്റിസ് നമുക്ക് വയറിന് കംപ്ലൈന്റുമായിട്ട്, വയറിൽ പറ്റാത്ത ഫുഡ് കഴിക്കുമ്പോൾ വയറിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് വരുന്നത്. വയറിലെ ഹീറ്റ് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് രൂപപ്പെടുന്ന ഒന്നാണ് കഫം. ഇത് നമ്മളുടെ വീക്കായിട്ടുള്ള ഏരിയയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി സൈനസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് വീട്ടിൽ വളരെ ലളിതമായി മാറ്റാം? പല റെമഡീസുകളും നിങ്ങൾ യൂട്യൂബിൽ കാണുന്നുണ്ടാവും. അതിൽ ഏറ്റവും ചെലവ് കുറവെന്ന് പറഞ്ഞാൽ വളരെ ചെലവ് കുറവ്, 10 രൂപയുടെ ഒരു മാർക്കർ മതി. ഇനി അതെങ്ങനെ മാറ്റാം? നമുക്ക് 10 രൂപയുടെ ഒരു മാർക്കർ ഉണ്ടെങ്കിൽ, ഇതേപോലെ ഒരു മാർക്കർ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാവുന്ന കേസുള്ളൂ. അതിനു മുമ്പ് നമുക്ക് സൈനസൈറ്റിസ് ഉണ്ടോ എന്നുള്ളത് എങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം? നമുക്ക് സൈനസൈറ്റിസ് ഉണ്ടോ എന്ന് നമുക്ക് ഈ ഭാഗങ്ങളിൽ ഞെക്കി നോക്കാം. ആദ്യം ഇങ്ങനെ ഞെക്കി നോക്കാം. പിന്നെ തല കുനിച്ചു നോക്കാം. തല കുനിച്ചു നോക്കുമ്പോൾ തലയിലേക്ക് ഇവിടെ ഞെക്കി നോക്കുമ്പോൾ പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സൈനസൈറ്റിസ് ഉണ്ട്. അത് കൂടാതെ നമ്മൾ തല കുനിക്കുമ്പോൾ തലയിലേക്ക് ഭാരം കൂടി വരുന്നുണ്ടെങ്കിൽ സൈനസൈറ്റിസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അത് കൂടാതെ നമ്മളുടെ വിരലുകളുടെ അറ്റം, ഈ ടിപ്പുകളെല്ലാം ഇതുപോലെ ഞെക്കി നോക്കാം. വേറെ ആരെങ്കിലും ഞെക്കലായിരിക്കും കുറച്ച് ബെറ്റർ. ഇങ്ങനെ എല്ലാ ടിപ്പുകളും നമ്മുടെ 10 ഫിംഗേഴ്സും ഇതുപോലെ പ്രസ് ചെയ്ത് നോക്കുക. ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അവിടെ പെയിൻ ഉള്ള കുറച്ച് വിരലുകൾ, ചിലപ്പോൾ 1 2 ആയിരിക്കാം, ചിലപ്പോൾ 5 6 കിട്ടിയേക്കാം. അത് അതിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ വേദന ഉള്ള വിരലുകൾ ഏതാണെന്ന് നോക്കി ആ വിരലുകളിൽ മാത്രം നമ്മൾ മാർക്ക് ചെയ്താൽ മതി. നമ്മുടെ ഇടത്തെ കൈയിന്റെ റിംഗ് ഫിംഗറിനാണ് പെയിൻ കിട്ടിയത് എന്ന് വിചാരിക്കുക. ഞാനിപ്പോ റിംഗ് ഫിംഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ മാർക്ക് ചെയ്യുക. റെഡ് കളർ വെച്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക. ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോ ഈ വിരലിന് മാത്രമാണ് കിട്ടിയെങ്കിൽ ഇതിന് മാത്രം ഇടുക. അതല്ല, ഇതിനും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ 3 വിരലിനും മാർക്ക് ചെയ്യുക. ഇതിൽ ചിലപ്പോൾ ഒരു വിരലിന് കിട്ടിയിട്ടുണ്ടാവുള്ളൂ, അതിലും മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പെയിൻ കുറയുന്നത് കാണാം. ഇനി ഇന്ന് ഇട്ടിട്ട് നാളെയും കൂടി ചിലപ്പോൾ വേണ്ടി വരും, ചിലപ്പോൾ നാളെയും കൂടി ഇട്ട് കൊടുത്തേക്കാം. അത് കംപ്ലീറ്റ് മാറിപ്പോകും. നമുക്ക് അകത്തേക്ക് യാതൊരു തരത്തിലുള്ള മരുന്നുകൾ കഴിക്കേണ്ടതില്ല. അത് മാത്രമല്ല, നമ്മള് വേറെ ഒരു റെസ്ട്രിക്ഷൻസും ഇതിൽ ഇല്ല. ഈ കളർ ഇടുക എന്നൊരു ജോലി മാത്രമേ നമുക്കുള്ളൂ. ഏകദേശം ഒരു 2 മണിക്കൂറോളം ഇത് നമ്മുടെ കയ്യിൽ കിടക്കണം. ഇത് കഴുകി കളയാൻ നിൽക്കേണ്ടതില്ല. അത് പോകുമ്പോൾ തന്നെ പൊക്കോട്ടെ. പിന്നെ പിറ്റേ ദിവസവും ഇതേപോലെ ചെയ്യാം. ഇതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറ് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു സിസ്റ്റം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.